ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നൊരു സാധനമാണ്. വെറുതെ ഇങ്ങനെ കളയായിരിക്കില്ല എല്ലാവരും. അപ്പോൾ നമുക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇത്രയും എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. നമുക്കിതില്ലാത്ത സമയത്ത് എങ്ങനെ ഇത് ഉപകാരപ്പെടുന്നു നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഓരോരുത്തർ മുറിച്ച് സഹായിക്കുന്നു, ഓരോരുത്തർ എടുത്ത് സഹായിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഷുഗർ ഉള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് കുറേ മധുരം ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ പിന്നീട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇടുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചതച്ചിടുന്നതാണ് നല്ലത്. പിന്നെ 3 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരും കൂടി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നാശമാവാണ്ട് കുറേ വർഷം ഇത് സൂക്ഷിച്ചിരിക്കാം. പിന്നെ ഇഞ്ചിയുടെ നമുക്ക് ചുവ ഇഷ്ടമുള്ളവർക്ക് അതിട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇത് നന്നായിട്ട് വെട്ടിത്തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്നാക്കി മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിലെ ജലാംശം മുഴുവൻ വറ്റണ്ട, പക്ഷെ എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇളക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ചെറിയ കുമിളകളൊക്കെ ആയിട്ട് പതയൊക്കെ ആയിട്ട് വന്നിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പഞ്ചസാര ലായനി വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ ഇനി വേറെ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കുപ്പിച്ചില്ലിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് 1 വർഷം വരെ ഇത് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് കുപ്പിച്ചില്ലിൻ്റെ കുപ്പി കിട്ടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് വെച്ചത്. അപ്പോൾ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് സ്ക്വാഷായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. 1 ഗ്ലാസ്സിലേക്ക് 1-2 ടേബിൾ സ്പൂണ് ഈ സ്ക്വാഷ് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം. മധുരം വേണ്ടവർക്ക് മധുരവും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ക്വാഷായി മാറും കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടും.